അയ്യോ എനിക്കറിയത്തില്ല. അല്ല അതുപോലും വേണ്ടെന്നാണ് ഞാൻ പറയുന്നത്. എന്താ പോലും എന്ന് നിങ്ങളെങ്ങനെയാ പറയുന്നത്? നിങ്ങൾ ആദ്യം ചോദിച്ച ചോദ്യം ഒന്ന് റീപ്ലൈ ചെയ്ത് കണ്ടോളൂ. അയ്യോ എനിക്കറിയത്തില്ല. മീഡിയ വൺ വെരി ഗുഡ്. കോൺസ്റ്റിറ്റ്യൂഷനെ നിങ്ങൾ എത്രമാത്രം മതിക്കുന്നു എന്നുള്ളത് നമുക്ക് നേരത്തെ അറിയാം. ഒന്നുകൂടി ഉറപ്പിച്ചു. താങ്ക് യു. വാട്ട് ഇസ് റോങ്? എന്തോന്ന് പോലും? നിങ്ങൾ എന്താ ചോദിച്ചേ? അതല്ല സഹമന്ത്രി സ്ഥാനം. അതിനെന്താ കുഴപ്പം? സർ MP-ക്ക് എല്ലാ വകുപ്പിലും ഇടപെടാൻ കഴിയില്ലേ? നിങ്ങൾ ആദ്യം ചോദിച്ച ചോദ്യം ഒന്ന് റീപ്ലൈ ചെയ്ത് കണ്ടോളൂ. ജനങ്ങൾക്ക് മനസ്സിലാവും. അയ്യോ എനിക്കറിയത്തില്ല. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷമുള്ള സുരേഷ് ഗോപിയുടെ ആദ്യ പ്രതികരണം ഇതാണ്. വല്ലാത്ത അവസരമായി പോയി. എനിക്ക് എൻ്റെ ആഗ്രഹം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അത് തന്നെയാണ് എൻ്റെ ഉദ്ദേശവും. അത് ഞാൻ ഇനിയും പറയും. നമുക്ക് ഫോറംസ് ഉണ്ട്. കൂടുതൽ വകുപ്പുകളിൽ ഇടപെടാനുള്ള ആഗ്രഹം സഹമന്ത്രി സ്ഥാനം കൊണ്ട് സാധിക്കില്ലല്ലോ എന്ന ചോദ്യത്തോട് ക്ഷുഭിതനായാണ് സുരേഷ് ഗോപി പ്രതികരിച്ചത്. അല്ല അതുപോലും വേണ്ടെന്നാണ് ഞാൻ പറയുന്നത്. എന്താ പോലും എന്ന് നിങ്ങളെങ്ങനെയാ പറയുന്നത്? എന്തോന്ന് പോലും? നിങ്ങൾ എന്താ ചോദിച്ചേ? സഹമന്ത്രി സ്ഥാനം. അതിനെന്താ കുഴപ്പം? സർ MP-ക്ക് എല്ലാ വകുപ്പിലും ഇടപെടാൻ കഴിയില്ലേ? തൃശൂരിലെ ഉജ്ജ്വല വിജയത്തിന് അർഹമായ പരിഗണന ലഭിച്ചില്ലെന്ന പരാതി അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾക്കുമുണ്ട്. സിനിമയുടെ തിരക്ക് പറഞ്ഞ് മാറി നിൽക്കാനും തൃശൂരിൽ കൂടുതൽ സജീവമാകാനും സുരേഷ് ഗോപി ആലോചിക്കുന്നു. സഹമന്ത്രി സ്ഥാനത്തിൽ മാറ്റമുണ്ടാകാൻ സാധ്യതയില്ലെന്നാണ് BJP ദേശീയ നേതൃത്വം നൽകുന്ന സൂചന. പകരം സുരേഷ് ഗോപിക്ക് കൂടുതൽ താല്പര്യമുള്ള വകുപ്പുകൾ നൽകിയേക്കും. ഇടഞ്ഞ സുരേഷ് ഗോപിയെ മെരുക്കാനുള്ള മാർഗങ്ങൾ തേടുകയാണ് BJP. തൽക്കാലം സഹമന്ത്രി സ്ഥാനത്ത് തുടർന്ന് വരാനിരിക്കുന്ന മന്ത്രിസഭാ വികസനത്തിൽ പദവി ഉയർത്താമെന്നുള്ള ധാരണയും ആലോചനയിലുണ്ട്. മുഹമ്മദ് നൗഫൽ, മീഡിയ വൺ, ഡൽഹി.